പ്രിയപ്പെട്ട കുട്ടികളെ, ഇനി നമുക്ക് അടുത്ത ലേഖനം എന്നുള്ള ആ ഒരു മൊഡ്യൂൾ 1 ലേഖനങ്ങൾ എന്നുള്ള ഭാഗമാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. നമ്മൾ രണ്ടാമത്തെ മൊഡ്യൂളിലെ കഥകൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ലേഖനങ്ങളാണ് പഠിച്ചു തുടങ്ങേണ്ടത്. അപ്പോൾ അതിൽ ആദ്യത്തെ ലേഖനമാണ് MP പോളിൻ്റെ സൗന്ദര്യത്തിൻ്റെ അധിഷ്ഠാനം എന്ന ലേഖനമുണ്ട്. ആ ലേഖനം എടുത്തിട്ടുള്ളത് സൗന്ദര്യ നിരീക്ഷണം എന്ന അദ്ദേഹത്തിൻ്റെ കൃതിയിൽ നിന്നാണ്. സൗന്ദര്യത്തിൻ്റെ അധിഷ്ഠാനം എന്ന ലേഖനം നമുക്ക് പഠിക്കാനുള്ളത്. ഇനി നമുക്ക് എഴുത്തുകാരനെ കുറിച്ച് ഒന്ന് പരിചയപ്പെടേണ്ടതും ആവശ്യമാണ്. ഇവിടെ 20-ാം നൂറ്റാണ്ടിലെ കേരളീയ ഭാവുകത്വത്തെ നവീകരിക്കുന്നതിന് മുൻപിൽ നിന്ന് പ്രവർത്തിച്ച സാഹിത്യ ചിന്തകനാണ് ആര്? പ്രൊഫസർ MP പോൾ അല്ലേ? അദ്ദേഹം അധ്യാപകനായിരുന്നു. അതാണ് പ്രൊഫസർ MP പോൾ അല്ലേ? നമുക്കറിയാം അദ്ദേഹത്തിന് ഒരു ട്യൂട്ടോറിയലൊക്കെ അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള MP പോൾ ട്യൂട്ടോറിയലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ്, അധ്യാപകൻ എന്ന നിലയിലും വളരെയധികം അറിയപ്പെടുന്നൊരു വ്യക്തിയായിരുന്നു MP പോൾ എന്നുള്ളത്. അപ്പോൾ എഴുത്തുകാരനും അധ്യാപകനും അല്ലേ ഒക്കെ ആയിരുന്നു എന്നുള്ളതാണ്. അതേപോലെ തന്നെ മലയാളത്തിലെ മൗലിക ചിന്തയുടെയും അഭിപ്രായ ധീരതയുടെയും ആദ്യ മാതൃകയാണ് അദ്ദേഹം. ആരാണ്? MP പോൾ. അതുപോലെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും പാശ്ചാത്യ പൗരസ്ത്യ അല്ലേ? അപ്പോൾ ഈസ്റ്റേൺ വെസ്റ്റേൺ, അപ്പോൾ അങ്ങനെ പാശ്ചാത്യ പൗരസ്ത്യ നിരൂപണ സമ്പ്രദായങ്ങളെയെല്ലാം യഥോചിതമായിട്ട് സമന്വയിപ്പിക്കുകയും അതിലേക്ക് ഭാരതീയ പദാവലികൾ ഉപയോഗിച്ച് പാശ്ചാത്യ സങ്കല്പങ്ങളെ പരിചയപ്പെടുത്താൻ ധൈര്യം കാട്ടുകയും ചെയ്ത MP പോൾ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ സൗന്ദര്യ നിരീക്ഷണം മലയാളത്തിലെ ആദ്യത്തെ സൗന്ദര്യശാസ്ത്ര ഗ്രന്ഥമാണ്. അപ്പോൾ മലയാളത്തിലെ ആദ്യത്തെ സൗന്ദര്യശാസ്ത്ര ഗ്രന്ഥം ഏതാണ്? സൗന്ദര്യ നിരീക്ഷണം എന്ന ഗ്രന്ഥമാണ്. അപ്പോൾ അതിലെ പ്രഥമ ലേഖനമാണ് ഏത് നമുക്ക് പഠിക്കാനുള്ള? സൗന്ദര്യത്തിൻ്റെ അധിഷ്ഠാനം എന്ന ലേഖനം. മലയാളത്തിലെ പുരോഗമന സാഹിത്യ പ്രസ്ഥാനത്തിന് തുടക്കം കുറിക്കുന്നതിൽ മഹത്തായ പങ്ക് വഹിക്കുകയും ചെയ്തിട്ടുണ്ട് ഇദ്ദേഹം. അപ്പോൾ അദ്ദേഹം നിലനിന്നിരുന്ന ആ ഒരു കാലഘട്ടത്തിലെ എഴുത്തുകാർക്ക് അർഹമായ പ്രതിഫലം ലഭിക്കാതിരുന്ന ആ ഒരു സമയത്ത് ഇങ്ങനെ ഈ സാഹിത്യകാരന്മാർക്കായിട്ട് ഒരു സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം രൂപീകരിക്കുന്നതിന് മുൻകൈയെടുത്തു എന്നുള്ളതാണ്. ആ കാലഘട്ടത്തിൽ അല്ലേ എഴുത്ത് ഒരു ജീവിതമാർഗമായി അല്ലെങ്കിൽ ജീവിതമാർഗമായിട്ട് കണ്ടിരുന്ന ആ വ്യക്തികൾക്ക് അന്ന് അർഹിക്കുന്ന പ്രതിഫലം കിട്ടാതെ വന്നപ്പോഴാണ് MP പോൾ മുൻകൈയെടുത്തിട്ട് ഇങ്ങനെയൊരു സംഘം രൂപീകരിക്കുന്നത്. ആ സംഘം ഏതാണ്? സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം രൂപവൽക്കരിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അന്ന് അങ്ങനെ രൂപീകരിച്ച സമയത്ത് ആ സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിൻ്റെ ആദ്യ പ്രസിഡൻറ്റ് MP പോൾ ആയിരുന്നു എന്നുള്ളതാണ്. പിന്നെ മതസ്ഥാപനങ്ങളുടെ വിശേഷിച്ചും ക്രൈസ്തവ സഭാ നേതൃത്വത്തിൻ്റെ യാഥാസ്ഥിതിക നിലപാടുകൾക്കെതിരെ ശക്തമായ വിമർശനങ്ങൾ നടത്തിയിരുന്ന അദ്ദേഹം. അപ്പം അതുകൊണ്ട് തന്നെ എന്താണ്, അദ്ദേഹത്തിന് തന്മൂലം ജീവിതകാലം മുഴുവൻ സഭയുടെ എതിർപ്പ് നേരിടേണ്ടി വന്നു എന്നുള്ളതാണ്. അന്നത്തെ കാലഘട്ടത്തിലൊക്കെ അല്ലേ സഭയുടെ നിയമങ്ങൾ അല്ലെങ്കിൽ അവരുടെ തീരുമാനങ്ങളൊക്കെ അനുസരിച്ച് ഓച്ചാനിച്ച് നിൽക്കുക എന്നുള്ള ആ ഒരു കാര്യത്തിൽ നിന്ന് മാറി ചിന്തിച്ച് അത് ശരിയല്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ അതിനെതിരെ വിമർശിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ എന്താണ്, ആ സഭയുടെ എതിർപ്പുകളെല്ലാം ജീവിതകാലം മുഴുവനും അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അതുപോലെ മഹാത്മാഗാന്ധിയുടെയൊക്കെ പ്രിയപ്പെട്ട എഴുത്തുകാരിൽ ഒരാളായിരുന്നു MP പോൾ. അപ്പോൾ MP പോളിന് ഗാന്ധിജിയുടെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ കൂടിയാണെന്നുള്ളതും ഓർമ്മിക്കുക. ഇനി നവകേരളം എന്ന പേരിലെ ആഴ്ചപ്പതിപ്പ്, അപ്പോൾ MP പോളിൻ്റെ ആഴ്ചപ്പതിപ്പാണ് നവകേരളം. പിന്നെ ചെറുപുഷ്പം എന്ന പേരിൽ മാസികയും പ്രസിദ്ധീകരിച്ചിരുന്നു എന്നുള്ളതാണ്. ഇങ്ങനെ കേരള പുരോഗമന സാഹിത്യ സംഘടനയുടെ അധ്യക്ഷനായും കുറച്ചു കാലം അദ്ദേഹം പ്രവർത്തിക്കുകയും ചെയ്തു. പക്ഷേ
അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്ന് പിന്നീട് എന്താണ് ആ സംഘടനയിൽ നിന്നും അകലം പാലിച്ചു എന്നുള്ളതാണ്. അപ്പോൾ പുരോഗമന സാഹിത്യ സംഘടനയുടെ അധ്യക്ഷനായിട്ട് അദ്ദേഹം കുറച്ചു കാലം പ്രവർത്തിക്കുകയും ചെയ്തു. പക്ഷേ അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്നിട്ട് അതിൽ നിന്ന് അദ്ദേഹം അകലം പാലിക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ കേരള സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിൻ്റെ സ്ഥാപക അധ്യക്ഷന്മാരിൽ ഒരാളായും പ്രവർത്തിച്ചു. പിന്നെ ഈ സംഘം പിന്നീട് നാഷണൽ ബുക്ക് സ്റ്റാളുമായി ചേർന്ന ശേഷം വിജയകരമായ ഒരു സ്ഥാപനമായി തീർന്നു എന്നുള്ളതാണ്. 1960 മുതൽ മലയാള സാഹിത്യത്തിൻ്റെ സുവർണ കാലമായിട്ട് പരിണമിക്കുകയും ചെയ്തു. ഇനി മലയാള സാഹിത്യ വിമർശനത്തിന് ഒരു ആധുനിക പരിപ്രേക്ഷ്യം നൽകിയത് എം പി പോൾ ആയിരുന്നു എന്നുള്ളതാണ്. വിശ്വസാഹിത്യത്തിൽ അഗാധമായ അറിവുണ്ടായിരുന്ന അദ്ദേഹം പാശ്ചാത്യ സാഹിത്യ വിമർശന ശൈലികൾ മലയാളത്തിലേക്കും പറിച്ചു നട്ടു എന്നുള്ളതാണ്. ഇവിടെ പ്രൗഢവും സരസവുമായ ഗദ്യശൈലിക്കുടമയായിരുന്നു എം പി പോൾ. ഇപ്പോൾ ഇംഗ്ലീഷ് അധ്യാപകനായിരുന്ന അദ്ദേഹം ഇംഗ്ലീഷ് മലയാളം നിഘണ്ടുവിന് രൂപം നൽകാൻ ശ്രമിച്ചെങ്കിലും അതിനു മുൻപ് അദ്ദേഹം മരണപ്പെടുകയാണ് ചെയ്തത്. അപ്പോൾ 1953 അദ്ദേഹത്തിൻ്റെ സ്മാരകമായിട്ട് ഒരു അച്ചടിശാല സഹകരണ സംഘം ആരംഭിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്മാരകമാണ് കോട്ടയത്തെ നാട്ടകത്ത് ഒരു അച്ചടിശാല സഹകരണ സംഘം ആരംഭിച്ചത്. അപ്പോൾ നമുക്കറിയാം നിരൂപകനാണ് അല്ലേ, അധ്യാപകനാണ്, ഇതൊക്കെയാണെന്നറിയാം. അപ്പോൾ ഇദ്ദേഹം തിരുച്ചിറപ്പള്ളി കോളേജിലാണ് ആദ്യം അധ്യാപകനായിട്ട് ജോലി ചെയ്തത്. അന്ന് ICS പരീക്ഷയിൽ 9ാമത്തെ റാങ്ക് നേടിയിരുന്നു എന്നുള്ളതാണ്. എന്നാൽ അന്ന് ആദ്യത്തെ 6 പേർക്ക് മാത്രമേ ജോലി ലഭിച്ചിരുന്നുള്ളൂ എന്നുള്ളതാണ്. പിന്നെ അദ്ദേഹം തൃശ്ശൂർ വന്ന് തൃശ്ശൂർ സെൻറ്റ് തോമസ് കോളേജ്, ചങ്ങനാശ്ശേരി SP കോളേജ് ഇവിടങ്ങളിലൊക്കെ ഇംഗ്ലീഷ് ഭാഷാ അധ്യാപകനായിട്ട് ജോലി ചെയ്തു എന്നുള്ളതാണ്. പിന്നീടാണ് എം പി പോൾസ് ട്യൂട്ടോറിയൽ കോളേജ് എന്ന പേരിൽ ഒരു സമാന്തര വിദ്യാഭ്യാസ സ്ഥാപനം നടത്തിയത്. അപ്പോൾ എം പി പോൾ നടത്തിയിട്ടുള്ള സമാന്തര വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ പേരാണ് എം പി പോൾസ് ട്യൂട്ടോറിയൽ കോളേജ്. അപ്പോൾ കേരളത്തിൽ തന്നെ ഏറ്റവും ശ്രദ്ധ നേടിയ സമാന്തര വിദ്യാഭ്യാസ സംരംഭമായിരുന്നു അതെന്നുള്ളതാണ്. അതും ഓർത്തു വെക്കേണ്ടത് തന്നെയാണ്. പിന്നെ നമുക്കറിയാം അദ്ദേഹം മലയാള സാഹിത്യ വിമർശനത്തിന് ആധുനിക പരിപ്രേക്ഷ്യം നൽകിയ വ്യക്തി കൂടിയാണ് എം പി പോൾ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യവുമാണ്. ഇനി അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ ഇവിടെ നോവൽ സാഹിത്യം, ചെറുകഥാ പ്രസ്ഥാനം, സാഹിത്യ വിചാരം, സൗന്ദര്യ നിരീക്ഷണം, കാവ്യദർശനം, ഗതി, ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളും. അപ്പോൾ അദ്ദേഹം നമുക്ക് പഠിക്കാനുള്ള ഈ ഒരു ലേഖനത്തിൽ അല്ലെങ്കിൽ സൗന്ദര്യത്തിൻ്റെ അധിഷ്ഠാനം എന്ന ആ ഒരു ലേഖനത്തിൽ മലയാളത്തിലെ ആദ്യത്തെ സൗന്ദര്യശാസ്ത്ര ഗ്രന്ഥമാണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ, ഈ സൗന്ദര്യ നിരീക്ഷണം എന്നുള്ളത്. അപ്പോൾ അതിൽ ആദ്യ അധ്യായമായ സൗന്ദര്യത്തിൻ്റെ അധിഷ്ഠാനം എന്ന ലേഖനത്തിൽ സൗന്ദര്യത്തെ സംബന്ധിച്ചുള്ള വിവിധ കാഴ്ചപ്പാടുകളെയാണ് അവതരിപ്പിക്കുന്നതും. അപ്പോൾ ഈ ലേഖനത്തിൽ ആദ്യ ഭാഗത്ത് എന്താണ് അദ്ദേഹം ചെയ്യുന്നത്? സൗന്ദര്യത്തെക്കുറിച്ചിട്ടുള്ള വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളെയാണ് അവതരിപ്പിക്കുന്നത്. അതിൽ ആത്മപ്രതീതമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ആത്മപ്രതീതമായിട്ടുള്ള സൗന്ദര്യവാദത്തെയാണ് ഈ ലേഖനത്തിൽ ആദ്യം എം പി പോൾ അവതരിപ്പിക്കുന്നതെന്നും നമുക്ക് കാണാൻ സാധിക്കുന്നുള്ളതാണ്. പിന്നീട് അദ്ദേഹം അതിൽ പറയുന്നുണ്ട്, ആത്മപ്രതീതമായിട്ടുള്ള സൗന്ദര്യം എന്നത് വസ്തുക്കളുടെ ഒരു ഗുണമല്ല, നമ്മുടെ മനസ്സിൻ്റെ ഒരു ഭാവവിശേഷണമാണ് എന്നും അദ്ദേഹം അതിനകത്ത് പറയുന്നുണ്ട്. ആത്മപ്രതീത സൗന്ദര്യവാദത്തിലാണ് അദ്ദേഹം ഇങ്ങനെ പറയുന്നത്. സൗന്ദര്യം എന്ന് പറയുന്നത് ഒരു വസ്തുക്കളുടെ ഗുണമല്ല, പക്ഷെ അതെന്താണ്? നമ്മുടെ തന്നെ മനസ്സിൻ്റെ ഭാവവിശേഷണമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്നിട്ട് അതിൽ അദ്ദേഹം പറയുന്നുണ്ട്,
ഈ ചിത്രം രമണീയമാണ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അതിന് എന്തെങ്കിലും ഗുണമുണ്ട് എന്നല്ല. നമ്മളിപ്പോൾ ഒരു ചിത്രം കാണുകയാണ് അല്ലേ, ഒരു വരച്ച ഏതെങ്കിലും ഒരു പൂവിൻ്റെയോ എന്തെങ്കിലും ഒരു ചിത്രം നമ്മൾ കാണുകയാണ്. അപ്പോൾ ആ സമയത്ത് എന്താണ്, ആ ചിത്രം എന്താണ് രമണീയം, അതായത് മനോഹരം എന്ന് പറയുന്നതിന് അതിന് എന്തെങ്കിലും ഗുണമുണ്ട് എന്നല്ല, മറിച്ച് എന്താണ്, പറയുന്ന ആളുടെ മനസ്സിൽ ആ കലാവസ്തു ആനന്ദം ഉളവാക്കുന്നു എന്നതാണ്. അപ്പോൾ ഒരു കലാവസ്തു സുന്ദരമെന്നോ അത് അസുന്ദരമെന്നോ സൗന്ദര്യമുള്ളതെന്നോ സൗന്ദര്യം ഇല്ലാത്തതെന്നോ പറയുന്നത് നമ്മുടെ മനസ്സിൽ സുഖമോ അസുഖമോ ഉണ്ടാക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. നമ്മളിപ്പോൾ ഒരു ചിത്രം കണ്ടു കഴിഞ്ഞാൽ അത് കാണുന്ന ആസ്വാദകൻ എന്താണ്, അത് ഇഷ്ടപ്പെടുമ്പോൾ മാത്രമാണ് നമ്മൾ അതിനെ അംഗീകരിക്കുന്നത്. അപ്പോഴല്ലേ നമുക്ക് മനസ്സിനൊരു സുഖമുണ്ടാവുന്നത്. അപ്പോൾ നമ്മൾ ഇഷ്ടപ്പെടാത്ത ഒരു ചിത്രമാണ് കാണുന്നതെങ്കിൽ എന്താണ്, അത് നമുക്കൊരു വലിയ സുഖമുണ്ടാകുന്ന പ്രവൃത്തിയല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇവിടെ എന്ത് പറയുന്നത് ലേഖകന്, നമ്മുടെ മനസ്സിലുണ്ടാകുന്ന സുഖമോ അസുഖമോ അത് നമുക്കിഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലേ എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു ചിത്രം അല്ലെങ്കിൽ ഒരു കലാവസ്തു സുന്ദരമാണോ അസുന്ദരമാണോ എന്ന് നമ്മൾ പറയുന്നത്. ഈ ഒരു രീതിയിലാണ് ആത്മപ്രതീതവാദത്തിൻ്റെ വിശദീകരണം ലേഖകൻ അതിനകത്ത് നടത്തുന്നത്. അപ്പോൾ ഏറ്റവും അധികം ജനങ്ങളെ ആനന്ദിപ്പിക്കുന്ന കലാവസ്തു ഏതാണോ അതാണ് ഏറ്റവും സുന്ദരമായ വസ്തു എന്ന നിലയിലാണ് ആത്മപ്രതീതവാദത്തിൻ്റെ സഞ്ചാരം. അപ്പോൾ നമ്മളതിൽ ഒരു കാര്യം മാത്രമേ നമ്മളിതിൽ പറയുന്നുള്ളൂ, ആത്മപ്രതീതവാദം. എന്താണ് ആത്മപ്രതീതവാദം? യൂണിവേഴ്സിറ്റി എക്സാമിനൊക്കെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് നമ്മളൊന്ന് ശ്രദ്ധിച്ച് വേണം പഠിക്കാൻ. അപ്പോൾ ആത്മപ്രതീതവാദം എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ പറയുന്നത് ഏറ്റവും അധികം ജനങ്ങളെ ഏറ്റവും അധികം ആനന്ദിപ്പിക്കുന്ന കലാവസ്തു ഏതാണോ അതാണ് ഏറ്റവും സുന്ദരമായ വസ്തു എന്ന നിലയിലാണ് ആത്മപ്രതീതവാദത്തിൻ്റെ സഞ്ചാരം എന്നാണ്. അപ്പോൾ ഇവിടെ ആത്മപ്രതീതവാദം എന്ന് പറയുന്നത് എന്താണ്? സൗന്ദര്യത്തെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ സൗന്ദര്യം എന്ന് പറയുന്നത് ഒരു വസ്തുക്കളുടെ അല്ലെങ്കിൽ ഒരു വസ്തുവിൻ്റെ ഗുണമല്ല, മറിച്ച് എന്താണ്, നമ്മുടെ മനസ്സിൻ്റെ ഭാവവിശേഷണമാണ് എന്നാണ് ലേഖകന് പറയുന്നത്. അപ്പോൾ ഇവിടെ ആത്മപ്രതീതവാദത്തിൽ സൗന്ദര്യം എന്ന് പറയുന്നത് എന്താണ്? ഒരു വസ്തുവിൻ്റെ ഗുണമല്ല എന്നാണ്. നമ്മളിപ്പോൾ ഒരു റോസാപ്പൂവ് കാണുകയാണ്. അപ്പോൾ ആ റോസാപ്പൂവിൻ്റെ ഗുണമല്ല, റോസാപ്പൂവ് നന്നായി വിരിഞ്ഞു നിൽക്കുന്ന ഒരു റോസാപ്പൂവും ഇതളുകൾ കൊഴിഞ്ഞു പോയൊരു റോസാപ്പൂവും നമ്മൾ കാണുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ ആ സമയത്ത് എങ്ങനെയാണ് നമ്മളതിനെ ആസ്വദിക്കുക, എങ്ങനെയായിരിക്കും? അപ്പോൾ ഇവിടെ എന്താണ്, നമ്മുടെ മനസ്സിന് ഏതാണോ അതിൽ ഇഷ്ടപ്പെടുന്നത് അല്ലേ, നമ്മൾ നന്നായിട്ട് വിരിഞ്ഞു നിൽക്കുന്ന ഭംഗിയുള്ള റോസാപ്പൂവായിരിക്കും നമ്മുടെ മനസ്സിനെ ആകർഷിക്കുക. ഇതളുകളൊക്കെ കൊഴിഞ്ഞു പോയി നിൽക്കുന്ന പൂവിനെ നമ്മുടെ മനസ്സിൽ ആകർഷിക്കുകയോ ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ എന്താണ് പറയുന്നത്, ഇവിടെ വസ്തുക്കളുടെ ഒരു ഗുണമല്ല, നമ്മുടെ മനസ്സിൻ്റെ ഭാവവിശേഷണമാണ് അല്ലേ ഈ ആത്മപ്രതീതവാദത്തിലെ സൗന്ദര്യം എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ടാണ് നമ്മളൊരു ചിത്രം രമണീയം എന്ന് പറഞ്ഞാൽ മനോഹരമാണ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അതിന് എന്തെങ്കിലും ഒരു ഗുണം ഉണ്ടോ എന്നല്ല, മറിച്ച് അത് പറയുന്ന ആളുടെ മനസ്സിൽ ആ കലാവസ്തു ആനന്ദം ഉളവാക്കുന്നു എന്നതാണ്. ആനന്ദം നമുക്ക് സന്തോഷമുണ്ടാക്കുന്നു എന്നുള്ളതാണ്. അപ്പം നമ്മൾ രവിവർമ്മ ചിത്രങ്ങളെല്ലാം നമ്മൾ കാണുമ്പോൾ മ്യൂറൽ പെയിൻറ്റിങ് അങ്ങനെ ഒരുപാട് ചിത്രകലാരൂപങ്ങൾ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ആ സമയത്തൊക്കെ കാണുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ആ ഒരു ആനന്ദം, അതിനെക്കുറിച്ചാണ് ലേഖകൻ ഇവിടെ ആത്മപ്രതീതവാദ സൗന്ദര്യത്തിൽ പറയുന്നത്. അത്രയും കാര്യമൊന്ന് നിങ്ങൾ ശ്രദ്ധിച്ച് വെക്കുക. അപ്പോൾ ഒറ്റ കാര്യം മാത്രമേ ഞാൻ ഇതിൽ പറയുന്നുള്ളൂ. നമ്മൾ ലേഖകനെക്കുറിച്ച് പറഞ്ഞു, അവരുടെ കൃതികൾ എന്താണ്, MP പോളിൻ്റെ ആ മറ്റ് കുറച്ച് വിശദമായിട്ടുള്ള കാര്യങ്ങളും പറഞ്ഞതിന് ശേഷം നമുക്ക് പഠിക്കാനുള്ള ലേഖനത്തിലെ ആദ്യ ഭാഗമായിട്ടുള്ള സൗന്ദര്യത്തിൻ്റെ അധിഷ്ഠാനം എന്ന ലേഖനത്തിലെ ആത്മപ്രതീതവാദം എന്താണ് എന്ന ഒരു കാര്യത്തെ മാത്രമാണ് നമ്മൾ ഇതിൽ ചർച്ച ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്താണ് ആത്മപ്രതീതവാദം എന്ന് ഒന്നുകൂടെ നിങ്ങൾ മനസ്സിൽ ഉറപ്പിച്ച് വെക്കേണ്ടതും ആവശ്യമാണ്. അപ്പോൾ ഇവിടെ എന്താണ് ആത്മപ്രതീതവാദം എന്ന് പറയുന്നത്? അപ്പോൾ ഇവിടെ ആത്മപ്രതീതമായിട്ടുള്ള സൗന്ദര്യവാദത്തെയാണ് ഇതിൽ ആദ്യമേ പറയുന്നത് നമ്മൾ പറഞ്ഞു. ഇവിടെ
സൗന്ദര്യം എന്നത് വസ്തുക്കളുടെ ഒരു ഗുണമല്ല, നമ്മുടെ മനസ്സിൻ്റെ ഭാവവിശേഷണമാണ്. ഈ ചിത്രം രമണീയമാണ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അതിന് എന്തെങ്കിലും ഗുണമുണ്ട് എന്നല്ല, മറിച്ച് പറയുന്ന ആളുടെ മനസ്സിൽ ആ കലാവസ്തു ആനന്ദം ഉണ്ടാക്കുന്നു എന്നതാണ്. ഇങ്ങനെ ഒരു കലാവസ്തു സുന്ദരമെന്നോ അസുന്ദരമെന്നോ പറയുന്നത് അത് നമ്മുടെ മനസ്സിൽ സുഖമോ അസുഖമോ ഉണ്ടാക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് തന്നെ ഒരേ വസ്തുവിനെക്കുറിച്ച് തന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നതും സ്വാഭാവികമാണ്. അപ്പം നമ്മൾ ഈ ഒരു കാര്യം ഓർത്തു വയ്ക്കുക. അപ്പോൾ ആത്മപ്രതീത സൗന്ദര്യം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ഈ ഒരു കാര്യമാണ് അതിനകത്ത് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടതും. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം.